ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള ഒരുപാട് സാധ്യതകൾ തെളിയുന്നുണ്ട്. ഇതിലേക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് ഇന്ത്യൻ സിനിമകൾ നിരന്തരമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ നിരോധിക്കുന്നത് തുടരുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ദുരന്തർ എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ ഈ വിധത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നത്. രൺവീർ സിംഗിന്റെ ഈ ഒരു സിനിമ ഇന്ത്യ പാകിസ്ഥാൻ ടോപ്പിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മൂവിയാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഈ ഒരു സിനിമ നിരോധിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നേരത്തെയും പാകിസ്ഥാനും ഇന്ത്യയും ഏതെങ്കിലും തരത്തിൽ പ്രമേയമായിട്ട് വരുന്ന സിനിമകൾ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ഉടനെ അങ്ങ് നിരോധിക്കും. അതിനകത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന മൂവി ഉൾപ്പെടുന്നുണ്ട്, ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന മൂവി ഉൾപ്പെടുന്നുണ്ട്, സ്കൈഫോഴ്സ് എന്ന് പറയുന്ന മൂവി ഉൾപ്പെടുന്നുണ്ട്, ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന മൂവി, കാശ്മീർ ഫയൽസ്, അതുപോലെ ടൈഗർ, ഇങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ നിരന്തരമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ നിരോധിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള സിനിമകൾ എടുക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യയെ വില്ലനായിട്ട് കാണിക്കുന്ന സിനിമകളാണ് പാകിസ്ഥാൻ എടുക്കുന്നത്. ഇന്ത്യൻ ഏജന്റുമാരാണ് അവിടെ ബോംബ് സ്ഫോടനം നടത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ പല സിനിമകളും ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ വാർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ മൂവി, ഷേർദിൽ എന്ന് പറയുന്ന മൂവി, ഇങ്ങനെ ആന്റി ഇന്ത്യ നെറേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ പാകിസ്ഥാൻ എടുക്കുമ്പോൾ അതിന് ഗൾഫ് രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അത് തടയുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇന്ത്യ സിനിമ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പാകിസ്ഥാനെ കുറിച്ച് നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും ഉടനെ തന്നെ അത് പാകിസ്ഥാൻ എതിരായിട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബാൻ കൊടുക്കുന്ന പരിപാടി ഗൾഫ് രാജ്യങ്ങൾ തുടരുകയാണ്. സൗദി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്, ധാരാളം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ മുമ്പിൽ ഒരു ചോയ്സ് ആയിട്ട് വരുമ്പോൾ അവിടെ അവർ ആദ്യം ചൂസ് ചെയ്യുന്നത് പാകിസ്ഥാനെ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവർ ആദ്യം പാകിസ്ഥാനെ ചൂസ് ചെയ്യുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന കാര്യം. സത്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ എടുത്താൽ നമ്മുടെ ഇന്ത്യയും അതിലുണ്ട്. ഏകദേശം ഔദ്യോഗിക കണക്കല്ലെങ്കിൽ കൂടി 20 കോടിയോളം മുസ്ലിം മതവിശ്വാസികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ടോട്ടൽ ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ ടോട്ടൽ പോപ്പുലേഷനിൽ ഏതാണ്ട് 10.9% പേരും ഇന്ത്യയിലാണുള്ളത്. ഇസ്ലാമിന്റെ അട്ടിപ്പേർ അവകാശം കൈവശം വച്ചിരിക്കുന്ന തുർക്കിയിലോ സൗദി അറേബ്യയിലോ പോലും ഇല്ലാത്ത അത്രയും മുസ്ലിം മതവിശ്വാസികൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നിട്ടും പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം ഇന്ത്യ ഒരു ഇസ്ലാം ഭൂരിപക്ഷ രാജ്യമല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ മാൽഡീവ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മനുഷ്യന്മാരുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അതൊരു ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ട് ആ മാൽഡീവ്സിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒരിക്കലും OIC എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇന്ത്യക്ക് കൊടുക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പാകിസ്ഥാനോടും ഇന്ത്യയോടും രണ്ട് രീതിയിൽ പെരുമാറാനായിട്ട് ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഒരു പക്ഷേ മതമായിരിക്കാം. അവിടെയാണ് ഇന്ത്യ ഇസ്രായേൽ സഹകരണ സാധ്യതകൾ വർദ്ധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലടക്കമുള്ള ധാരാളം പ്രവാസികൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലിനും ശമ്പളത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് അവർ പുറം നാടുകളിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെയൊക്കെ ചെലവുകളും പ്രത്യേകിച്ച് ആശുപത്രി ചെലവുകളൊക്കെ വളരെ കൂടുതലാണ്. മിക്ക പ്രവാസികളും കുറഞ്ഞ ചെലവില് മികച്ച ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്കാണ് വരിക. വിദേശത്തെ അപേക്ഷിച്ച് ഇവിടെ ചെലവ് കുറവൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെയും അനുദിനം ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിക്ക പ്രവാസികളുടെയും പ്രായമായ പാരന്റ്സ് അടക്കമുള്ള കുടുംബം നാട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടിലെ ചികിത്സാ ചെലവ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. പലപ്പോഴും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിലുണ്ടെങ്കിൽ ഭാരിച്ച ചികിത്സാ ചെലവ് ഒഴിവാക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെ കുറഞ്ഞ ചെലവില് ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ആവശ്യമായ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ GST ഇല്ലാത്തത് കൊണ്ട് മുൻപൊരു 10 ലക്ഷത്തിന്റെ പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ കൊണ്ട് ഇപ്പോൾ 20 ലക്ഷത്തിന്റെ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പോളിസി എടുക്കാം. അതായത് കുടുംബത്തിന് മൊത്തമുള്ള പ്ലാൻ കുറഞ്ഞ വിലയ്ക്ക് മാസം തോറും അടവ് വരുന്ന രീതിയിൽ 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ സാധിക്കും. അൺലിമിറ്റഡ് കവറേജ് ഉള്ള പോളിസികളുമുണ്ട്. പിന്നെ ക്ലെയിമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ക്ലെയിമിന്റെ ഡോക്യുമെന്റ്സ്, ഡോക്ടർ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാകും. ഇത് കൂടാതെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ, ഡിസ്ചാർജിന് ശേഷമുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ടെസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, ക്ലെയിം ഫയലിംഗ്, അങ്ങനെ എല്ലാത്തിനുമുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കും. ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ കിട്ടും.
നിങ്ങൾക്ക് നാട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഈ മാതാപിതാക്കൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നാട്ടിൽ വന്ന് ചികിത്സ നേടണമെങ്കിൽ കുടുംബത്തിന് മൊത്തമായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോളിസി ഫോളോ ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകളോ ഒന്നും ഗൾഫിൽ പ്രദർശിപ്പിക്കില്ല. അത് ഇന്ത്യയുടെ ആണെങ്കിലും പാകിസ്ഥാന്റെ ആണെങ്കിലും. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സിനിമകൾക്ക് അവർ വിലക്ക് ഏർപ്പെടുത്തും അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരും. പാകിസ്ഥാൻ അതിനേക്കാൾ ഒരു ചരിത്ര വസ്തുതയും പശ്ചാത്തലവും ഇല്ലാത്ത സിനിമകൾ എടുത്താൽ പോലും അതിന് പ്രദർശനാനുമതി കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ പാകിസ്ഥാനും തുർക്കിയും കൂടെ ചേർന്നുകൊണ്ട് സിനിമാ മേഖലയിൽ സഹകരിക്കാനുള്ള ധാരണകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യ വിരുദ്ധമായ സിനിമകളൊക്കെ ഇനിയും ഒരുപാട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇത്തരം സിനിമകൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ഇന്ത്യയുടെ സിനിമകൾ പ്രദർശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ നരേറ്റീവിന് കൂടുതൽ സ്വാധീനം കിട്ടുന്നു എന്നുള്ളതാണ്. ഒന്നാമതേ 57ഓളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, 200 കോടിയോളം പോപ്പുലേഷനുമുണ്ട്. അവിടേക്ക് പാകിസ്ഥാൻ എടുക്കുന്ന സിനിമകൾ എത്തുകയും ഇന്ത്യൻ സിനിമകൾ എത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ പറയുന്നതാണ് ശരിയെന്ന് കുറെ മനുഷ്യരെങ്കിലും വിശ്വസിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതിനെ ഗൾഫ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കുന്നത് തീർത്തും ഒരു മോശമായ പ്രവണതയാണ്. ഇത് തീർച്ചയായും ഇന്ത്യ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ കൂട്ടമായിട്ട് നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് തുർക്കിയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തുർക്കിയാണ് ഇതിൽ മുൻകൈ എടുക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യം കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പല പ്രവർത്തികൾക്കും തുർക്കി മുൻകൈ എടുത്ത് തന്നെ വരുന്നുണ്ട്. ഈ രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ടോട്ടൽ ഇസ്ലാം മത വിശ്വാസികളിൽ 10.9% ഇന്ത്യയിലാണ്. തുർക്കിയുടെ ഇരട്ടിയിലധികം പോപ്പുലേഷനും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യര്. അപ്പൊ എന്നിട്ടും അവർ ഇന്ത്യയോട് കാണിക്കുന്നതിനെ നമ്മളോടുള്ള അസൂയയും കൂടി ഒരു കാരണമാണ്. അതിനവർ മതത്തെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു പവർഫുൾ ഇന്ത്യ അവരാരും ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശും മാലിദ്വീപും തുർക്കിയും ഒന്നും തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരവിടെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി രാജ്യങ്ങളെ അവരുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ത്യ സൗദിയുമായിട്ടും UAE-യുമായിട്ടും ഒക്കെ നല്ല സൗഹൃദത്തിലാണ്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൗദി പാകിസ്ഥാനുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. പാകിസ്ഥാനുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ് എന്താണ്? ഈ നാറ്റോ മോഡലാണ്. ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയും കൂടെ എന്ത് ചെയ്യും? പാകിസ്ഥാനോടൊപ്പം നിൽക്കും. ഏതെങ്കിലും ഒരു രാജ്യം സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ സൗദിയുടെ കൂടെ നിന്നിട്ട് ആ രാജ്യത്തെ ആക്രമിക്കും. അങ്ങനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇസ്രയേലുമായിട്ട് സഹകരിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ടെക്നോളജി രംഗത്ത് വളരെ ശക്തമായ സഹകരണത്തിന്റെ സാധ്യതകൾ തുറക്കുകയാണ്. ഓൾറെഡി ഈ ബരാക് 8 പോലെയുള്ള മിസൈലുകളൊക്കെ ഇസ്രയേലും ഇന്ത്യയും ചേർന്ന് നിർമ്മിക്കുന്നുണ്ട്. ബരാക് 8 എന്ന് പറയുന്നത് ഒരു മികച്ച മിസൈലാണ്. അതുപോലെ തന്നെ കൂടുതൽ ഡിഫൻസ് രംഗത്ത് നമ്മുടെ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഒരു സഹകരണത്തിന്റെ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ സൗദിക്കും അതുപോലെ പാകിസ്ഥാനും പരസ്പരം സഹകരണം ആകാമെങ്കിൽ ഇന്ത്യക്കും ഇസ്രയേലിനും ആകാം. മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ചിലപ്പോൾ ഇസ്രയേൽ അവരുടെ പല ആയുധങ്ങളും നിർമ്മിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇസ്രയേലിന് മാൻ പവർ വളരെ കുറവാണ്. 1 കോടിയിൽ താഴെ മാത്രമാണ് അവരുടെ പോപ്പുലേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ ഈ ഇന്ത്യൻ കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇസ്രായേൽ കമ്പനികൾ കൂടുതൽ ഡ്രോണുകൾ, ആയുധങ്ങളൊക്കെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യൻ ആയുധങ്ങളും ഭാവിയിൽ ഇസ്രായേൽ ഉപയോഗിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം ഇസ്രായേൽ ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുറെ ആയുധങ്ങളൊക്കെ ഇസ്രായേലിന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് ബരാക് 8 പോലുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഭാവിയിൽ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചും ഇസ്രയേൽ ആലോചിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി ശരിക്കും ഇസ്രയേലിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. നമ്മൾ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളും ഈ ഒരു സമയത്ത് ഉപയോഗിച്ചു, ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചു, റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചു. ഇതെല്ലാം ഒരേ സമയത്ത് ഭംഗിയായി തന്ത്രപരമായി നമ്മൾ ഉപയോഗിച്ചപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്ത്യൻ ആയുധങ്ങൾ മികച്ചവയാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ ഭാവിയിൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഡിഫൻസ് രംഗത്തെ സഹകരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ പറയുന്ന പോലെ മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഈ പാകിസ്ഥാനും തുർക്കിയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും തുല്യമായി സഹകരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇന്ത്യയോട് മാത്രമാണ് പക്ഷപാതപരമായിട്ട് ഇന്ന് പല രാജ്യങ്ങളും പെരുമാറുന്നത്. ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സ്ട്രെങ്ത് വളരെ വലുതാണ്. 200 കോടി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല. സോ അവിടെ അവരുടെ നരേറ്റീവ് മാത്രമാണ് പ്രചരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ പ്രത്യേകിച്ച്
പാകിസ്ഥാന്റെ നരേറ്റീവിന് ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ ഒരു സിനിമ എടുക്കുകയാണ്, അതിനകത്ത് ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യരെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാലും പാകിസ്ഥാനിൽ ആരും അത് ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവിടെ ആരും പറയില്ല. കുറച്ച് കുറഞ്ഞു പോയി, ഇനിയും കുറെ കൂടെ മോശമായിട്ട് അവരെ കാണിച്ചോളൂ എന്നേ അവർ പറയുള്ളൂ. അത്രയും ദേഷ്യമുണ്ട് അവർക്ക് നമ്മളോട്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു, ഇത് മോശമായി പോയി, റിലേഷൻസിനെ ബാധിക്കില്ല എന്നൊക്കെ പറയാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ഇതെല്ലാം ചർച്ചയാവുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന കള്ളക്കഥകൾ പോലും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഈ നമ്മുടെ സുഹൃത്തുക്കളായ ഗൾഫ് രാജ്യങ്ങൾ കൂടി കൊടുക്കുന്നത് വളരെ മോശമാണ്. ഇവിടെ പക്ഷപാതപരമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ പെരുമാറുന്നുണ്ട്. പാകിസ്ഥാനികളെക്കാൾ കൂടുതൽ ഇന്ത്യക്കാരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളുടെ വികസനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. സോ നമ്മുടെ രാജ്യവുമായിട്ട് ചരിത്രപരമായും അവർക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പക്ഷപാതപരമായ സമീപനം ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ആണവ ശക്തി എന്ന് പറയാവുന്ന ഏക രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ടായിരിക്കാം. നാളെ ഒരു ആവശ്യം വന്നാൽ പാകിസ്ഥാൻ കൂടെ നിൽക്കുമെന്ന് കരുതിയിട്ടുമായിരിക്കാം. പക്ഷേ പന്തിയിൽ പക്ഷപാതം പാടില്ല എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സിനിമകളെ നിരോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ സിനിമകൾക്ക് നിരോധനം ഏർപ്പെടുത്തണം. അതല്ല, വലിയ വിശാല മനസ്കരാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും സിനിമകൾക്ക് പ്രദർശന അനുമതി കൊടുക്കണം. അപ്പൊ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പക്ഷപാതപരമായിട്ട് പെരുമാറുന്ന സമയത്ത് ഇന്ത്യക്കും കൂടുതൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും, ഇന്ത്യ ഇനി എത്ര ശരിയാണെന്ന് പറഞ്ഞാലും OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പാകിസ്ഥാൻ ഒപ്പമേ നിൽക്കൂ എന്ന് ഉറപ്പാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ പാകിസ്ഥാൻ ഒപ്പമേ നിൽക്കൂ. വേറിട്ട ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ മെജോറിറ്റി ഇന്ത്യയുടെ കൂടെ നിൽക്കില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് കൂടുതൽ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് റഷ്യയുമായിട്ടുള്ള സഹകരണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ OICയിലെ ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള രാജ്യമാണ് റഷ്യ. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട് റഷ്യക്ക്. രണ്ടാമത് ഇസ്രായേൽ എന്ന് പറയുന്നത് പരമ്പരാഗതമായി നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യവുമാണ്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേലും ഒന്ന് റഷ്യയുമാണ്. നമുക്ക് ചൈനയോ അമേരിക്കയോ വേറെ ഒരു രാജ്യത്തെയും ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് കൂടെ നിൽക്കുമെന്ന് കരുതാൻ കഴിയില്ല. അവിടെയാണ് ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിനും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് പാകിസ്ഥാൻ നമ്മളെക്കാൾ ദുർബലമായ ശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളാൻ പറ്റില്ല. തുർക്കി, ചൈന പോലെയുള്ള രാജ്യങ്ങൾ, ഒരു പരിധിവരെ അമേരിക്കയും ഡീപ് സ്റ്റേറ്റും ഒക്കെ പാകിസ്ഥാൻ ആയുധങ്ങളും സഹായങ്ങളും പണവും ടെക്നോളജിയും ഒക്കെ കൊടുത്ത് നാളെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൂടാ എന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. നാളെ തുർക്കിയുടെയും ചൈനയുടെയും സഹായം കൂടി കിട്ടുന്ന പാകിസ്ഥാൻ തീർച്ചയായിട്ടും തീരെ ദുർബല ശക്തിയൊന്നുമല്ല. അപ്പൊ അവർക്ക് കൂടുതൽ ഇന്ത്യക്ക് എതിരായിട്ട് പോകാനൊക്കെ കഴിയും. ആ സമയത്ത് നമുക്കും മികച്ച രീതിയിലുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തുർക്കിയും ചൈനയും ഒക്കെ നാളെ ഇന്ത്യക്കെതിരെ കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക നാളെ ഇന്ത്യക്കെതിരെ കളിക്കുകയാണെങ്കിൽ നമുക്കും റഷ്യയുമായിട്ടും ഇസ്രയേലുമായിട്ടും ഒക്കെ ഉള്ള റിലേഷൻ വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റഷ്യയുമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത് പോലെ ഫ്രാൻസുമായിട്ടും അതുപോലെ ഇസ്രയേലുമായിട്ടും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് രംഗത്തെ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്കായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്കും ചിലവ് കുറവിൽ 25% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പിന്നെ മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് മുതൽ ക്ലെയിമിന്റെ കാര്യം വരെയുള്ള കാര്യങ്ങളിൽ ഇനി നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.